നമസ്കാരം. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ചമ്പക്കരയിലെ ജയചന്ദ്രനെ പരിചയപ്പെടാം നമുക്ക് ചാനൽ 91-ലൂടെ. ബിരുദധാരിയായ ജയചന്ദ്രന്റെ ജീവിത രീതികൾ ഏറെ വൈവിധ്യമാർന്നതാണ്. ആഴ്ചയിൽ 3 ദിനങ്ങളിൽ 2.5 മുതൽ 3 മണിക്കൂർ ഇദ്ദേഹം വേമ്പനാട്ട് കായലാഴങ്ങളിൽ മുങ്ങാം കുഴിയിടും. അതൊരു സാധാരണ ഊളിയിടലല്ല. വെള്ളത്തിന്റെ ഏകദേശം 10 മീറ്റർ അടിത്തട്ടിലേക്ക് മുങ്ങാം കുഴിയിടുന്ന ജയചന്ദ്രൻ പൊങ്ങി വരുന്നത് മിക്കവാറും നല്ല മുഴുത്ത പിടയ്ക്കുന്ന കരിമീനുമായിട്ടായിരിക്കും. ഇത് ഒരു മീൻപിടുത്തത്തിന്റെ ഭാഗമല്ലേ എന്ന് കരുതുന്നെങ്കിൽ തെറ്റി. ഈ മീൻപിടുത്തത്തിന് കുറെ സവിശേഷതകളുണ്ട്. മീൻ പിടിക്കുവാൻ വേണ്ടി ചൂണ്ടയില്ല, വലയില്ല. പിന്നെയോ 3 മീറ്റർ നീളത്തിലുള്ള 2 പൂവരച്ചിന്റെ കമ്പുകൾ കൊണ്ടാണ് ഈ അത്ഭുത മീൻപിടുത്തം. സഹൃദയനായ ഇദ്ദേഹത്തെ ചാനൽ 91 ടീമിന് പരിചയപ്പെടുത്തിയത് ദൃശ്യ മാധ്യമ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ ബിനീഷ് കുമാർ എന്ന കണ്ണേട്ടനാണ്. ഇത്തരം വ്യത്യസ്തമാർന്ന നിരവധി വാർത്തകളാണ് ഇദ്ദേഹം ചാനൽ 91 നൽകാറുള്ളത്. വേമ്പനാട് കായലിന്റെ ജലഭംഗിയിലൂടെ ജയചന്ദ്രന്റെ വള്ളത്തിൽ ഞങ്ങൾ ചാനൽ 91 ടീം രാവിലെ തന്നെ യാത്ര തുടങ്ങി. ഇടതൂർന്ന കണ്ടൽക്കാടുകൾ, മത്സ്യത്തെ ഭക്ഷണമാക്കുവാൻ തെങ്ങിൻ മുകളിൽ ശ്രദ്ധയോടെ ഇരിക്കുന്ന കൃഷ്ണപ്പരുന്തുകൾ ഒക്കെയും ഞങ്ങളുടെ യാത്രക്കിടയിൽ ആസ്വാദന കാഴ്ചകളായിരുന്നു. ആഴമേറിയ കായലിൽ ജയചന്ദ്രൻ മുങ്ങിയും പൊങ്ങിയും മീൻപിടുത്തം തുടർന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ നല്ല കാഴ്ചക്കാരായി ഒപ്പം യാത്ര തുടർന്നു. പിടയ്ക്കുന്ന മുന്തിയ കരിമീനുകൾ ചമ്പക്കരയിലാണ് വിൽപ്പന. വില കിലോ 550 രൂപ. അതായത് 10 കിലോ ലഭ്യമായെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് ഈ മുങ്ങൽ വിദഗ്ധൻ കൂടിയായ സുഹൃത്ത് സമ്പാദിക്കുന്നത് 5500 രൂപയാണ്. ആഴ്ചയിൽ 3 ദിവസങ്ങൾ മാത്രമാണ് ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ തന്നെ പ്രതിമാസ വരുമാനം 60,000 രൂപയിൽ അധികമാണ്. ഇത് കൂടാതെ ചെമ്മീൻ കെട്ടിലെ പണി വേറെ. ഇതാർക്കും അങ്ങനെ എളുപ്പം ചെയ്യാൻ കഴിയുന്ന ജോലിയല്ല എന്ന് മനസ്സിലാക്കണം. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തുടങ്ങിയതാണ് ഈ തൊഴിൽ. ഇപ്പോൾ ജയചന്ദ്രന്റെ പ്രായം 49. യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ ജയചന്ദ്രൻ സന്തോഷപൂർവ്വം ഈ തൊഴിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയുമുണ്ട് ഇദ്ദേഹത്തിന് വേറെ ചില പ്രത്യേകതകൾ. വെള്ളത്തിൽ ആരെങ്കിലും പെട്ടുപോയാൽ ഒരു സ്രാവ് മത്സ്യത്തെ പോലെ നീന്തിയെത്തും ഈ രക്ഷാപ്രവർത്തകൻ. സ്വന്തം ജീവൻ പണയം വെച്ച് വെള്ളത്തിൽ വീണുപോയ എത്രയോ പേരെ അദ്ദേഹം രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു പോയവരുടെ മൃതശരീരങ്ങൾ കായലിന്റെ അടിത്തട്ടിൽ കുരുങ്ങിപ്പോയാൽ ഫയർഫോഴ്സും നേവിയും ഒക്കെ ആദ്യം വിളിക്കുന്ന പേര് ജയചന്ദ്രൻ്റെതാണ്. സ്വന്തമായി 2 വഞ്ചികളുള്ള ഇദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ബേക്കറി ജീവനക്കാരിയാണ്. സായുജിയും നക്ഷത്രയുമാണ് ഇവരുടെ പെൺമക്കൾ. എൻ്റെ പേര് ജയേന്ദ്രൻ. ചെമ്മീൻകെട്ട് നടത്തണം. എനിക്ക് പണ്ട് മുതലേ ഈ കരിമീൻ പിടുത്തം ഒരു ക്രേസിയാണ്. പഠിക്കാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മീൻ പിടിക്കാൻ പോയിട്ടാണ് കോളേജിൽ പോകുള്ളൂ. അപ്പോൾ എനിക്ക് എവിടെ പോയാലും കരിമീൻ എങ്ങനെ പിടിക്കണം അതിനെപ്പറ്റി. അപ്പോൾ ഈ വടി കൊണ്ടുള്ള പിടുത്തം എനിക്ക് ഇപ്പോൾ ഭയങ്കര ഹോബിയാണ്. അത് ഞാൻ ഒരു 10-20 കൊല്ലമായി വടി കൊണ്ട് വെറുതെ വടി പോയിട്ട് കരിമീൻ പിടിക്കും. വലയില്ല, ഒന്നുമില്ല. അതല്ല, എനിക്ക് ചെറിയ കോൺട്രാക്ട് വർക്കൊക്കെ ഉണ്ട്. അതിപ്പോൾ വർക്ക് കുറവാണ്. ഇപ്പോൾ ചെമ്മീൻ കെട്ട് നോക്കി നടത്തണം. അപ്പോൾ ഒരാളുടെ ചെമ്മീൻ കെട്ട്, സലാമിക്കയുടെ ചെമ്മീൻ കെട്ട് നോക്കി നടത്തണം. പിന്നെ സ്വന്തമായിട്ടൊരു 2 ഏക്കർ കെട്ട് അത് നോക്കുന്നുണ്ട്. സ്വന്തം കെട്ടല്ല, അതും ലീസിനാണ്. ഇപ്പം ചെമ്മീൻ കെട്ട് മാത്രമാണ്. പിന്നെ ഒരു ഗ്യാപ്പിന് 1 മണിക്കൂർ 2 മണിക്കൂറും കരിമീൻ പിടിക്കാൻ പോകും. അതെനിക്കൊരു ക്രേസിയാണ്.
മീൻപിടുത്ത വിശേഷങ്ങൾ താൽക്കാലികമായി അവസാനിക്കുന്നു. ചാനൽ 91.